നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൈനാപ്പിൾ ഉപയോഗിച്ച് ഒരു മോരുകറി, അതല്ലെങ്കിൽ പുളിശ്ശേരി എന്നും പറയാം, അങ്ങനെ ഒരു കറിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പൈനാപ്പിൾ മോരുകറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം പൈനാപ്പിൾ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഒരു 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക്, അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം ജീരകം, ചെറിയ ജീരകമാണ്. അതുപോലെ തന്നെ ഒരു 4-5 അല്ലി ചെറിയ വെളുത്തുള്ളിയാണിത്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 3 അല്ലി മതി. ഇത് ഒരു 1/2 കപ്പോളം തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇത് ഒരു കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. കറി തയ്യാറാക്കുമ്പോൾ അതിൽ പൈനാപ്പിൾ കുറച്ച് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളകിനെ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മൾക്ക് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. ഉപ്പും അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ വെന്ത് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഒരു ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ ഇട്ടിട്ട് അരച്ച് ഇതും കൂടി നമുക്ക് വേവിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ിലേക്ക് നമുക്ക് പൈനാപ്പിൾ അടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് നന്നായി ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഓരോ പൈനാപ്പിളിൻ്റെയും മധുരത്തിനനുസരിച്ച് വേണം ശർക്കര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ശർക്കര ചെറിയൊരു കഷ്ണം മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം, ചെറിയ ജീരകമാണ്, ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുരുമുളക്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളക് അരിഞ്ഞത് അതുകൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് വെറുതെ അരച്ചെടുക്കാം. അതിനുശേഷം തൈര് ചേർത്ത് അരയ്ക്കാം. ഇതൊന്ന് ഇങ്ങനെയാണ് അരച്ചെടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ തൈര് ചേർത്ത് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. പൈനാപ്പിൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് തിളക്കരുത്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നമുക്കിതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കാം. എനിക്കിതിൽ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചെറുതായി തിള വരുന്നുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കറിയിലേക്ക് താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തീ കുറച്ചിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരല്പം ഉലുവയും ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും ഉലുവയും പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽമുളകിനെ ചെറുതായിട്ട് മുറിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ആയിട്ട് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ താളിപ്പിനെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നത് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം മാത്രം ഇത് തുറന്ന് നോക്കി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് തുറന്ന് ഇതെല്ലാം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇവിടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പൈനാപ്പിൾ കറി തയ്യാറായിട്ടുണ്ട്. പൈനാപ്പിൾ പുളിശ്ശേരി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.